അവസാനിപ്പിക്കുന്നു പ്രധാന വാർത്തകൾ. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന CPI ആവശ്യം വീണ്ടും തള്ളി മുഖ്യമന്ത്രി. റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം നടപടി എന്ന നിലപാടിൽ ഉറച്ച പിണറായി വിജയൻ. ബിനോയ് വിശ്വത്തെ നിലപാടറിയിച്ചത് AKG സെന്ററിലെ ചർച്ചയിൽ. കൂടിക്കാഴ്ചയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ DGP നാളെ അന്വേഷണ റിപ്പോർട്ട് നൽകും. CPI സംസ്ഥാന നേതൃയോഗവും നാളെ. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം. വൈകാരികത മുതലെടുത്തെന്നും അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്നും ആരോപണം. ഈശ്വർ മാൽപ്പയ്ക്കും വിമർശനം. തെറ്റായ പ്രചാരണം എന്ന് മനാഫ്. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും പ്രഖ്യാപനം. ആരോപണങ്ങൾ വേദനിപ്പിച്ചെന്ന് ഈശ്വർ മാൽപ്പെ 24-നോട്. മന്ത്രിമാറ്റത്തിന് കളം ഒരുങ്ങുന്നതിനിടെ NCPയിൽ ഭിന്നത കടുത്തു. PV അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന PC ചാക്കോയുടെ നിലപാട് തള്ളി AK ശശീന്ദ്രൻ. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന PC ചാക്കോയുടെ നിലപാടിനും വിമർശനം. മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട PR വിവാദം കൊഴുക്കുന്നു. BJP ബന്ധത്തിനുള്ള തെളിവെന്ന് പ്രതിപക്ഷം. വിഭജനത്തിന് ശ്രമിച്ച PR ഏജൻസി കേസിനെതിരെ കേസെടുക്കുമോ എന്ന് VD സതീശൻ. എന്ത് വ്യാഖ്യാനം വന്നാലും മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദ ഹിന്ദു അഭിമുഖത്തിൽ ഒപ്പമുണ്ടായിരുന്നത് മുൻ CPIM MLA TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യം. PR ഏജൻസിക്ക് കഴിഞ്ഞ 8 വർഷം എത്ര രൂപ നൽകിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് BJP നേതാവ് V മുരളീധരൻ. PR ഏജൻസി മതിയെങ്കിൽ PRD പിരിച്ചുവിടണം. മലപ്പുറത്തിന്റെ കാര്യത്തിൽ ഹിന്ദു പത്രത്തിന്റെ അഭിമുഖത്തിൽ വന്നത് വസ്തുത. എന്തിനാണ് മുഖ്യമന്ത്രി ഇത് മാറ്റിപ്പറയുന്നത് എന്നും V മുരളീധരൻ. നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെ പൊള്ളിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ വെട്ടിനിരത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കാൻ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലാക്കി. ലിസ്റ്റ് മാറ്റിയത് ADGP RSS കൂടിക്കാഴ്ച, പൂരം കലക്കൽ, കാഫിർ സ്ക്രീൻഷോട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സ്പീക്കർക്ക് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിന്നിലുള്ളവർ തന്നെ ആദ്യം തള്ളിപ്പറയുമെന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി PV അൻവർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുമെന്ന വെല്ലുവിളി. പാർട്ടിയുടെ നയപരിപാടികൾ നോക്കി UDF വിഷയം ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തി പ്രശസ്ത നാടക സിനിമാ പ്രവർത്തക നിലമ്പൂർ ആയിഷ. അൻവർ വേട്ടയാടപ്പെടുന്നതിൽ സങ്കടമുണ്ടെന്ന് നിലമ്പൂർ ആയിഷ 24-നോട്. നേരിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണെന്നും CPIM സഹയാത്രിക കൂടിയായ നിലമ്പൂർ ആയിഷയുടെ പ്രതികരണം. PV അൻവർ പോയാൽ ഇടതുമുന്നണിക്ക് ഒന്നും സംഭവിക്കാനില്ലെന്ന CPIM നേതാവ് M മണി. തന്നെ പാർട്ടി പുറത്താക്കിയാലും കേൾക്കാൻ ആളുവരും. ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ജയിച്ചിട്ട് PV അൻവർ പിന്നിൽ നിന്ന് കുത്തിയെന്നും M മണി. PV അൻവറിന്റെ പാർട്ടിയിലേക്കില്ലെന്ന് ഡോക്ടർ KT ജലീൽ MLA. ഇടതുപക്ഷത്തോടൊപ്പം ശക്തമായി നിൽക്കും. PV അൻവറുമായുള്ള സൗഹൃദം തുടരും. പിണറായി വിജയനെ സംഖ്യയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും KT ജലീൽ. തെക്കൻ കേരളത്തിലെ യാത്രാ ദുരിതത്തിൽ റെയിൽവേയുടെ ഇടപെടൽ. കൊല്ലം എറണാകുളം റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിച്ചു. തിങ്കളാഴ്ച മുതൽ സർവീസ് തുടങ്ങും. പുനലൂർ എറണാകുളം പുതിയ മെമു സർവീസും ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് MP. ഇറാൻ ആക്രമണത്തെ അപലപിക്കാത്തതിന് UN സെക്രട്ടറി ജനറലിന് വിലക്കേർപ്പെടുത്തി ഇസ്രയേൽ. അന്റോണിയോ ഗുട്ടറസ് UNന്റെ ചരിത്രത്തിലെ കളങ്കം എന്ന് വിമർശനം. ഇസ്രയേലിന് മേൽ ഇറാൻ വർഷിച്ചത് 180 ബാലിസ്റ്റിക് മിസൈലുകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക ആരോപണങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ ആദ്യഘട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും. കൊല്ലം പത്തനാപുരത്തെ ചിതൽവെട്ടി എസ്റ്റേറ്റിൽ പുലിക്കൂട്ടത്തെ കണ്ടത് വനത്തിനോട് ചേർന്നുള്ള പാറക്കൂട്ടത്തിൽ. ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ്. പ്രദേശവാസികൾ ആശങ്കയിൽ. എറണാകുളം വല്ലാർപാടം ബസ് അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ബ്രേക്ക് നഷ്ടമായതിന് പിന്നാലെ ബസ് ആംബുലൻസിലും ബൈക്കുകളിലും ഇടിച്ചു. പരിക്കേറ്റത് 20ഓളം പേർക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ധനസഹായം സംബന്ധിച്ച ചോദ്യങ്ങളിൽ വിചിത്രവാദവുമായി വീണ്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കണം. കേന്ദ്രത്തിന് ഒരു വീഴ്ചയുമില്ലെന്നും ധനസഹായം അനുവദിക്കുന്നതിൽ കാലതാമസമില്ലെന്നും സുരേഷ് ഗോപി.
കൊച്ചിയിൽ കുഴൽപ്പണം റാഞ്ചിൽ കുഴൽപ്പണം വാങ്ങാനെത്തിയവരെ ആക്രമിച്ച് 80 ലക്ഷം രൂപ കവർന്നു. നഷ്ടമായത് നഗരത്തിൽ മൊബൈൽ കട നടത്തുന്ന കലൂർ സ്വദേശിയുടെ പണം. ഹവാല ഇടപാട് വ്യക്തമായത് പരാതിയിൽ നടന്ന അന്വേഷണത്തിൽ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ വിൽപ്പന 57 ലക്ഷത്തിലേക്ക്. ഇന്നലെ വൈകിട്ട് 4 മണി വരെയുള്ള കണക്കാണിത്. തിരുവോണം ബമ്പർ വിൽപ്പനയിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാടാണ് മുന്നിൽ. സബ് ഓഫീസുകളിലേതുൾപ്പെടെ 10 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതിനോടകം പാലക്കാട് ജില്ലയിൽ വിറ്റഴിച്ചു. തിരുവനന്തപുരവും തൃശൂരുമാണ് പിന്നിൽ. ഒക്ടോബർ 9-നാണ് നറുക്കെടുപ്പ്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി നിലച്ച സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് സർക്കാർ. എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വീഴ്ച കണ്ടെത്തിയിട്ടും നടപടിയില്ല. വകുപ്പുതല നടപടി അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും ഓവർസിയർക്കുമെതിരെ മാത്രം. 24 എക്സ്ക്ലൂസീവ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ സ്വന്തം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു. ജൻ സുരാജ് പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. സിറ്റി പെർമിറ്റ് അനുവദിക്കാത്ത സർക്കാർ നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം. ബീഹാറിൽ പ്രളയരക്ഷാ പ്രവർത്തനത്തിനിടെ വ്യോമസേന ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാർ. അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ വെള്ളത്തിൽ ഇടിച്ചിറക്കി. സിമാദടി ജില്ലയിലാണ് സംഭവം. പശ്ചിമ ബംഗാളിൽ സമരം ശക്തമാക്കി ജൂനിയർ ഡോക്ടേഴ്സ്. അടിയന്തര സേവനങ്ങൾ അടക്കം ബഹിഷ്കരിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അനിശ്ചിതകാല പണിമുടക്ക് തുടരും എന്ന മുന്നറിയിപ്പ്. വയനാടുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങിയപ്പോൾ പ്രതിപക്ഷം പുതിയ വിവാദമുണ്ടാക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ്. അഭിമുഖത്തിന് പിന്നാലെ കാളപെട്ടെന്ന് കേട്ട് കയറെടുത്ത് പ്രതിപക്ഷം ഇറങ്ങുകയായിരുന്നു. ഇനിയും ഇത് തുടരുമെന്നറിയാമെന്നും തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും മന്ത്രി MP രാജേഷ്. മഹാരാഷ്ട്രയിലെ പുണയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും. മരിച്ചത് കൊല്ലം കുണ്ടറ സ്വദേശിയായ പൈലറ്റ് ഗിരീഷ് പിള്ള. 3 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് പുണയിലെ ബാവ്ധാനിൽ. ഡൽഹിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 500 കിലോ കൊക്കെയിൻ സൗത്ത് ഡൽഹിയിൽ നിന്ന് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. കളമശ്ശേരി HMT ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. പുതിയ ഗതാഗത പരിഷ്കരണം നിലവിൽ വന്നു. 18 കോൺഫ്ലിക്ട് പോയിന്റുകളെ 3 ചുരുക്കിയാണ് പരിഷ്കാരമെന്ന് RTO K മനോജ് 24. ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് നേരിടാൻ പാർട്ടി സജ്ജം. ചേലക്കരയിലും പാലക്കാടും വയനാട്ടിലും UDF മികച്ച വിജയം നേടുമെന്നും VK ശ്രീകണ്ഠൻ 24. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂരിന് തിരോധാനത്തിൽ പോലീസിനെതിരെ കുടുംബം. ആദ്യഘട്ടത്തിൽ പോലീസ് കൃത്യമായി അന്വേഷിക്കാത്തത് തിരിച്ചടിയായെന്ന് മകൾ അദീബ. PV അൻവർ MLA ഇടപെടൽ ഏറെ സഹായകം. അന്വേഷണ പുരോഗതിയില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുടുംബം. RS വൈറസ് ബാധ സ്ഥിരീകരിച്ച അങ്കമാലി കരകുറ്റി ശിശുഭവനിലെ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. നിലവിൽ ചികിത്സയിലുള്ളത് 5 കുട്ടികൾ. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശമ്പള വിതരണത്തിൽ സ്ഥാപന മേധാവിമാരുടെ അധികാരം വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാഭ്യാസ ഓഫീസർമാർ വഴിയാകും ഇനി മുതൽ ശമ്പളം വിതരണം ചെയ്യുക. പുതിയ തീരുമാനത്തിനെതിരെ AHCA രംഗത്തെത്തി. ആലുവയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛന് 78 വർഷം കഠിന തടവ്. ഇടത്തല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആലുവ അതിവേഗ കോടതിയുടേതാണ് വിധി. നെഹ്റു ട്രോഫി വള്ളംകളി ഫലപ്രഖ്യാപന തർക്കത്തിൽ അപ്പീൽ ജൂറി നാളെ യോഗം ചേരും. പരാതി നൽകിയ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും കേൾക്കും. ഫൈനലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. കൊച്ചിയിൽ എക്സൈസ് ഓഫീസിന് സമീപത്തെ ബാറിൽ ഡ്രൈ ഡേയിലും മദ്യവിൽപ്പന. എറണാകുളം കച്ചേരിപ്പടിയിലെ ബാറിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇരട്ടി വിലയ്ക്ക് മദ്യം വിറ്റത്. മലപ്പുറം തിരൂരിൽ MDMAയുമായി യുവാവ് പിടിയിൽ. തിരൂർ മാങ്ങാട്ടിരി സ്വദേശി മാജാലിൽ ധനുഷ് രാജാണ് അറസ്റ്റിലായത്. 80 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കേരള പത്രപ്രവർത്തക യൂണിയൻ 60ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം സ്വാഗത സംഘം രക്ഷാധികാരി TJ വിനോദ് MLA നിർവഹിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ കൊച്ചി എഡിഷനിലെ ഗിരീഷ് MP ഡിസൈൻ ചെയ്ത ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗിരീഷ് MPക്കുള്ള ഉപഹാരം TJ വിനോദ് MLA സമ്മാനിച്ചു. KUWJ ജില്ലാ പ്രസിഡന്റും സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനുമായ R ഗോപകുമാർ അധ്യക്ഷനായി. ഈ മാസം 17 മുതൽ 19 വരെ എറണാകുളത്താണ് സംസ്ഥാന സമ്മേളനം.
കർണാടക ബെൽഗാമിലെ മലയാളികളുടെ സംഘടനയായ കൈരളി കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. KPTCL ഹാളിൽ നടന്ന ആഘോഷങ്ങൾ മലയാളത്തിന്റെ സാംസ്കാരിക സമ്പത്തിന്റെ പ്രതിഫലനമായി. കൊച്ചിയിലെ പ്രശസ്തമായ ഡെൻമാസ് കാറ്ററിംഗ് സദ്യ ഒരുക്കി. കേണൽ സുബി കെ ജോയി മുഖ്യാതിഥിയായി. ഷാർജയിൽ നടന്ന വേൾഡ് മെന്റൽ സ്പോർട്സ് ഒളിമ്പിക്സ് ഓപ്പൺ റൗണ്ടിൽ ഐശ്വര്യലക്ഷ്മി RS ഒന്നാം സ്ഥാനം നേടി. കൊച്ചി ദ ചോയ്സ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഐശ്വര്യലക്ഷ്മി. ഇന്ത്യയിൽ 2 ലക്ഷം സ്ത്രീകൾക്ക് വർഷം തോറും സ്തനാർബുദം ബാധിക്കുന്നതായി ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ. സ്തനാർബുദ ബോധവൽക്കരണ മാസാചരണത്തിന്റെ ഭാഗമായി കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പിങ്ക് സെഞ്ചുറി 100 ദിന സ്തനാർബുദ സൗജന്യ പരിശോധന ഡോക്ടർ VP ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ജിൻസി ജോൺ, ഇക്ബാൽ വലിയ വീട്ടിൽ, MO ജോൺ, ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, PV അഷ്റഫ്, ഇന്ദിരാഭായ്, ലീലാമ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. കോട്ടയത്ത് KSRTC ബസ് പിന്നോട്ടുരുണ്ട അപകടം. PWD ഓഫീസിന്റെ മതിൽ ഇടിച്ച് തകർത്തു. ആളപായമില്ല. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർക്ക് നേരിയ പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് നാദാപുരത്ത് കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കിയ ഹോട്ടൽ പൂട്ടിച്ചു. സംസ്ഥാന പാതയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഫുഡ് പാർക്കാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ട് പൂട്ടിച്ചത്. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. മൂന്നാർ മറയൂർ റോഡിലാണ് കാറിന്റെ മുകളിൽ കയറിയിരുന്നുള്ള സാഹസിക യാത്ര. തെക്കൻ പറവൂർ ഗാന്ധിജി മെമ്മോറിയൽ വായനാശാലയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. വായനശാല പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷനായി. സെക്രട്ടറി KM ബെന്നി സ്വാഗതം പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും നടന്നു. അധ്യാപകൻ റാൽഫി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ നേടിയ ഫയർ ഓഫീസർ ജതീഷ് കുമാറിനെ ആദരിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സ്കൂൾ വിട്ടുവന്ന വിദ്യാർത്ഥിക്ക് നേരെ നായ്ക്കൾ പാഞ്ഞെടുത്തു. തെരുവുനായ്ക്കളെ തുരത്തിയത് വിദ്യാർത്ഥിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ വീട്ടമ്മ. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. പത്തനംതിട്ട നരിയാപുരം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷവും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. നരിയാപുരം SPA ജംഗ്ഷൻ മുതൽ മിലിറ്ററി ക്യാന്റീൻ വരെയുള്ള 1 കിലോമീറ്റർ ദൂരമാണ് ശുചിയാക്കിയത്. രക്ഷാധികാരി കേണൽ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 15ഓളം പേർ ശുചീകരണത്തിൽ പങ്കാളികളായി. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് മായന്നൂർ ചിറങ്കര, പഴയന്നൂർ ബസ് സ്റ്റാൻഡ്, തിരുവല്ലോമല, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ലക്ഷ്മി നാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSSഉം സോഷ്യൽ സർവീസ് ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം ഓച്ചിറയിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും. ഈ മാസം 6 മുതൽ 9 വരെയാണ് ക്യാമ്പ്. പഞ്ചായത്ത് പ്രസിഡന്റ് O മിനിമോൾ മോഹനൻ ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശനിയാഴ്ച രാവിലെ 11-ന് ശാസ്തമംഗലത്തുള്ള കമ്മീഷൻ ഓഫീസ് കോഡ് ഹാളിലാണ് സിറ്റിംഗ്. ആലപ്പുഴ മങ്കൊമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 4-നാണ്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി അന്നേ ദിവസം സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ദേശീയ വാർത്തകൾ. രാജസ്ഥാനിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾക്ക് ബോംബ് ഭീഷണി. ഈ മാസം 30-ന് സ്ഫോടനം നടത്തുമെന്നാണ് സന്ദേശം. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ സലീം അൻസാരിയുടെ പേരിലാണ് ഭീഷണി സന്ദേശം. ബദലാപൂരിൽ 2 നഴ്സറി വിദ്യാർത്ഥിനികൾ പീഡനത്തിന് ഇരയായ കേസിലെ പ്രതി വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാർ ഉത്തർപ്രദേശ് മുൻ ചീഫ് ജസ്റ്റിസ് ദിലീപ് ബോസാലയെ ഏകാംഗ കമ്മീഷനായി നിയോഗിച്ചു. നവരാത്രി കാലത്ത് അയോധ്യയിലെ എല്ലാ ഇറച്ചിക്കടകളും അടച്ചിടണമെന്ന ഉത്തരവുമായി UP സർക്കാർ. അയോധ്യ ജില്ലയിൽ 3-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ഇറച്ചിക്കടകൾ അടച്ചിടണം എന്നാണ് ഉത്തരവ്. ചെന്നൈ വിമാനത്താവളത്തിൽ നക്ഷത്ര ആമകളുമായി 2 പേർ പിടിയിൽ. മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന 5000 നക്ഷത്ര ആമകളെയാണ് കസ്റ്റംസ് പിടികൂടിയത്. അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് സന്ദർശകർക്കായി വീണ്ടും തുറന്നു. അസം വനമന്ത്രി ചന്ദ്രമോഹൻ പട്ടോവാരിയാണ് പാർക്ക് തുറന്നു നൽകിയത്. 3 റേഞ്ചുകളിലായി ജീപ്പ് സവാരി നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മുംബൈ മെട്രോ സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റം. ഈ മാസം 7-നും 11-നും ഇടയിൽ 12 അധിക സർവീസുകൾ നടത്തും. ഉത്തർപ്രദേശ് വാരാണസിയിൽ കൈക്കൂലി കേസിൽ മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന കണ്ടെത്തലിനെ തുടർന്ന് CBI ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നെക്സ്റ്റ് ജൻ ഫെഡറേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. നെക്സ്റ്റ് ജൻ ഫെഡറേഷൻ സ്ഥാപക അംഗങ്ങളായ ബോബി അഗസ്റ്റിൻ, ഡേവിഡ് ബാബു, ലെനിൻ മാത്യു, മാസ്റ്റർ ജോസഫ് റിയാസ് എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ സന്ദേശം ഡേവിഡ് ബാബു നൽകി. രാജ്യാന്തര വാർത്തകൾ. കോപ്പൻഹേഗനിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായി. ആളപായമില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കൂടുതൽ സൈനിക സഹായവുമായി ഫ്രാൻസ്. തീരുമാനം UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിന് പിന്നാലെ. ഇസ്രായേലിനെതിരായ ആക്രമണം ഹിസ്ബുള്ള അവസാനിപ്പിക്കണമെന്നും ഫ്രാൻസ്. ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഗൾഫിലെ വിമാന കമ്പനികൾ റൂട്ടുകൾ പുനഃക്രമീകരിക്കുന്നു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കമ്പനികൾ. നേപ്പാളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും മരണസംഖ്യ 241. 159 പേർക്ക് പരിക്കേറ്റു. 29 പേരെ കാണാതായതായി നേപ്പാൾ സർക്കാർ. ആഫ്രിക്കയിലെ ജിബൂട്ടിയിൽ അഭയാർത്ഥി കപ്പൽ മുങ്ങി 45 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. അപകടത്തിൽപ്പെട്ടത് 310 ആളുകളുമായി യമനിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ക്ലോഡിയ ഷെയ്ൻബോം അധികാരമേറ്റു. മെക്സിക്കോ സിറ്റിയുടെ മുൻ മേയറാണ് 62-കാരിയായ ഷെയ്ൻബോം. പുതിയ സർക്കാർ നവംബർ 15-ന് ആദ്യ ബജറ്റ് അവതരിപ്പിക്കും. ക്രെത്തോൺ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതലുമായി തൈവാൻ ഭരണകൂടം. പേമാരികൾക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സ്കൂളുകളും മാർക്കറ്റുകളും അടച്ചു. 100 കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി. അമേരിക്കയിലെ പോർട്ട് തൊഴിലാളികളുടെ സമരം തുടരുന്നു. വേതന വർധന, തുറമുഖ നവീകരണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക്. സമരം രാജ്യത്തെ ചരക്ക് നീക്കത്തെ കാര്യമായി ബാധിച്ചു. ഖനന മേഖലയിൽ പുതിയ കമ്പനി തുടങ്ങാൻ നീക്കവുമായി ഉഗാണ്ടൻ സർക്കാർ. സർക്കാർ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പുതിയ നീക്കമെന്ന് ഊർജ്ജമന്ത്രി റൂത്ത്. ഉഗാണ്ടയിലെ ഖനന മേഖലയിൽ ഏറിയ പങ്കും കൈകാര്യം ചെയ്യുന്നത് സ്വകാര്യ കമ്പനികളാണ്. ലണ്ടൻ ന്യൂസിലേക്ക് തിരികെ. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. പുതിയ ഇന്റീരിയർ തീമിൽ മഹീന്ദ്ര ഥാർ റോക്സ്. ജനുവരി അവസാനത്തോടെ വാഹനത്തിന്റെ ഡെലിവറി ആരംഭിക്കുമെന്ന് കമ്പനി. നിസാൻ മാഗ്നൈറ്റിന്റെ ഫേസ് ലിഫ്റ്റ് ടീസർ പുറത്ത്. പുതുക്കിയ സബ് 4 മീറ്റർ SUV ഈ മാസം 4-ന് ഇന്ത്യയിൽ അവതരിപ്പിക്കും. പുതിയ ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ, പുതുക്കിയ ടെയിൽ ലൈറ്റുകൾ തുടങ്ങിയവയാണ് പ്രധാന സവിശേഷത. ഈ മാസം 14-ന് ചൈനയിൽ അവതരിപ്പിക്കാനൊരുങ്ങി വിവോ X200. 4 കളർ ഓപ്ഷനുകളിൽ ഫോൺ ലഭ്യമാകും. ഇന്ത്യയിൽ അവതരിപ്പിച്ച് റേഞ്ച് റോവർ രൺതംബോർ എഡിഷൻ. എക്സ് ഷോറൂം വില 4.98 കോടി രൂപയാണ്. ഓഫറുകൾ പ്രഖ്യാപിക്കാനൊരുങ്ങി കമ്പനി. ഇസ്രയേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ കുതിച്ചുയർന്ന സ്വർണ്ണവില. സ്വർണ്ണത്തിൽ കേരളത്തിൽ 400 രൂപ വർദ്ധിച്ച് പവന് 56,800 രൂപയായി. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 7,100 രൂപ. കായിക വാർത്തകൾ. കളത്തിലേക്ക് തിരിച്ചുവരാനുള്ള ശ്രമങ്ങൾക്കിടെ മുഹമ്മദ് ഷമിക്ക് തിരിച്ചടി. കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് 2 മാസം കൂടി നഷ്ടമാകും. 2013 നവംബറിലെ ഏകദിന ലോകകപ്പിന് ശേഷം കളിക്കാനായിട്ടില്ല മുഹമ്മദ് ഷമിക്ക്. ഇന്ത്യൻ പര്യടനത്തിന് മുൻപ് ന്യൂസിലൻഡ് നായകസ്ഥാനം ഒഴിഞ്ഞ് ടീം സൗത്തി. ടോം ലാഥം കിവീസിന്റെ പുതിയ നായകനാകും. 14 ടെസ്റ്റുകളിലാണ് സൗത്തി ടീമിനെ നയിച്ചത്. ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ക്ലോസ് ബാർട്ടോണിയറ്റ്സ് ഒഴിയുന്നതായി റിപ്പോർട്ടുകൾ. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് ക്ലോസിന്റെ പിന്മാറ്റം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നായകസ്ഥാനം ഒഴിഞ്ഞ ബാബർ അസം. ജോലിഭാരം കൂടുതലെന്നും വ്യക്തിപരമായി കളിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് രാജിയെന്നും വിശദീകരണം. അർദ്ധരാത്രിയിൽ സമൂഹമാധ്യമ പോസ്റ്റിലൂടെയാണ് അസമിന്റെ രാജ്യപ്രഖ്യാപനം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ആലപ്പുഴ ജിങ്കാന എന്നാണ് ചിത്രത്തിന്റെ പേര്. ഗണതി, ലുക്മാൻ, അനഘ രവി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും.
വീണ്ടും ത്രസിപ്പിക്കാൻ അൻവർ റീ റിലീസിനൊരുങ്ങുന്നു. പൃഥ്വിരാജിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ മാസം 18-ന് റീ റിലീസ് ഉണ്ടാകും. മലയാളത്തിലും തമിഴിലും ചിത്രം പുറത്തിറക്കും. ഫോക്കസ് ഓൺ എബിലിറ്റി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് മലയാളികൾ ഒരുക്കിയ ഇസൈക്ക്. അമൽ കൃഷ്ണയും നവ്യ പ്രജിത്തും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവപ്രഭയാണ്. സംവിധാനം ഷെമിൽ രാജ്. ഫാക്ട് ചെക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സയനിസ്റ്റ് അടിമ എന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അധിക്ഷേപിച്ചു എന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച പോസ്റ്റാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വനവിഭവ വിൽപ്പന പ്രദർശനമേളയും പാരമ്പര്യ ഭക്ഷ്യോൽപ്പന്ന മേളയും മാനവീയം വീതിയിൽ നടത്തും. നാളെ വൈകിട്ട് 5 മണിക്ക് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പുനർനിർമ്മാണത്തിനായി ആലപ്പുഴ വെള്ളാപ്പള്ളി പാലം നാളെ പൊളിക്കും. പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. വർഷങ്ങളായി പാലം ശോച്യാവസ്ഥയിലായിരുന്നു. വടക്കാഞ്ചേരി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നാളെ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനയും സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ ഓട്ടുപാറ ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നാളെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. ഉണ്ണികുളം സെക്ഷൻ, തിരുവമ്പാടി സെക്ഷൻ, കൂമ്പാറ സെക്ഷൻ, ചേളന്നൂർ സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി നിയന്ത്രണം. ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ MTechൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടക്കും. താൽപ്പര്യമുള്ളവർ രാവിലെ 11 മണിക്ക് കോളേജിൽ എത്തണം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കിഴക്കൻ യുക്രൈനിലെ പ്രധാന നഗരമായ വുക്ലെഡാറിന്റെ പൂർണ്ണ നിയന്ത്രണം റഷ്യ പിടിച്ചെടുത്തു. വാർത്ത സ്ഥിരീകരിച്ച് യുക്രൈൻ സൈന്യം. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും 13 പേർ മരിച്ചു, 16 പേർക്ക് പരിക്ക്. 100ഓളം വീടുകൾ പൂർണ്ണമായി തകർന്നു. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിൽ. ഇറാനിലും ഇസ്രയേലിലുമുള്ള ഇന്ത്യക്കാരെ ഉടൻ തിരികെ എത്തിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാർ ഭീതിയിലാണ്. യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കാൻ പ്രാർത്ഥിക്കുന്നതായും അരവിന്ദ് കെജ്രിവാൾ. ഇവിടെ 100 ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.